CPM-ന്റെ വർഗ ബഹുജന സംഘടനകളിലൊന്നായ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചു. അതിന്റെ സംസ്ഥാന ഭാരവാഹികളെല്ലാം അവർ തെരഞ്ഞെടുത്തു. അപ്പോൾ ഏറ്റവും ആളുകൾ ശ്രദ്ധയോടുകൂടി, രാഷ്ട്രീയ കേരളം ശ്രദ്ധയോടുകൂടി നോക്കിയിരുന്ന ഒരു പേരായിരുന്നു മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയും ഡിവൈഎഫ്ഐയുടെ നേതാവുമെല്ലാമായിരുന്ന PP ദിവ്യ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന നേതൃനിരയിൽ ഇത്തവണയും തുടരുമെന്ന്. നേരത്തെ അവർ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. എന്നാൽ പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്ന് PP ദിവ്യയെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും വെട്ടിനിരത്തിയിരിക്കുന്നു. അവരെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് നീക്കിയിരിക്കുന്നു. പുതിയ കമ്മിറ്റിയിൽ അവർക്ക് ഇടം നൽകിയില്ല എന്നാണ് പുറത്തു വന്ന വാർത്ത. നമ്മൾ പരിശോധിച്ചപ്പോൾ അവർക്ക് ഭാരവാഹിത്വമില്ല, അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ മരണവുമായി ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വലിയ ആരോപണം നേരിട്ട, ജയിലിൽ പോകേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഈ PP ദിവ്യ. PP ദിവ്യയെ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് തീർച്ചയായും CPM ജനങ്ങളുടെ പ്രതിഷേധം ഭയന്നിട്ടാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഈ നവീൻ ബാബുവിന്റെ മരണമടക്കം വലിയ ചർച്ചയാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. അത് ചർച്ചയാക്കിയതിന്റെ ഭാഗമായിട്ടാണ് CPM-ന് വലിയ പരാജയം. നവീൻ ബാബുവിന്റെ നാട്ടിലടക്കം CPM-നെ കാത്തുവെച്ചത് അതിദയനീയമായ പരാജയമാണ്. ആ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ CPM പാഠം പഠിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം PP ദിവ്യയെ കണ്ണൂർ ജില്ലാ സമ്മേളനം, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം കഴിഞ്ഞപ്പോൾ കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി അവരെ തെരഞ്ഞെടുത്തിരുന്നു. സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിയായി അവർ സംസ്ഥാന ഭാരവാഹിയായി ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ പാർട്ടി നേതൃത്വം ജനാധിപത്യ മഹിളാ അസോസിയേഷന് കർശനമായ നിർദ്ദേശം നൽകി. CPM നേതൃത്വം യാതൊരു കാരണവശാലും അവരെ നേതൃത്വത്തിൽ കൊണ്ടുവരരുത്, അവരെ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റണമെന്ന CPM-ന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദിവ്യയെ നേതൃത്വത്തിൽ നിന്ന് മാറ്റിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും CPM പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ PP ദിവ്യയെ പാർട്ടിയാണ് സംരക്ഷിക്കുന്നത് എന്ന് നിരന്തരം പ്രതിപക്ഷമായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നുണ്ട്. അപ്പൊ ദിവ്യ പാർട്ടി വേദികളിൽ പലയിടത്തും സജീവമായിരുന്നു. പക്ഷേ ഇത്തവണ ദിവ്യയ്ക്ക് പിഴച്ചിരിക്കുകയാണ്. ദിവ്യയെ പാർട്ടി കൂടി കൈവിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പരാജയത്തിൽ ഭീതിയിൽ, അല്ലെങ്കിൽ ദിവ്യയെ ഇനിയും ചേർത്ത് പിടിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ പരാജയം ഉണ്ടാകുമെന്ന ഭയത്തിൽ നിന്നല്ലേ ഇത്തരത്തിൽ ഒരു നിലപാട് പാർട്ടി സ്വീകരിച്ചത്? ഭയത്തിൽ നിന്ന് ഉണ്ടായ നിലപാട്, അല്ലെങ്കിൽ ഇതൊരു തിരിച്ചറിവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഭയത്തിൽ നിന്നുണ്ടായ നിലപാട് തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ PP ദിവ്യയുടെ വിഷയം, അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ ആത്മഹത്യയും അതിന് പിന്നാലെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും എല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. ഈ പറയുന്ന PP ദിവ്യയെ പാർട്ടിയാണ് സംരക്ഷിച്ചതെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. ഈ പറയുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് ശേഷം വന്ന വിവാദങ്ങളിലെല്ലാം പാർട്ടി PP ദിവ്യയെ തള്ളി പറഞ്ഞിട്ടില്ല, പാർട്ടി ഒപ്പം നിർത്തി. പക്ഷെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ അന്ന് പാർട്ടി കരുതിയില്ല ഇത് ഇത്രയും വലിയ തിരിച്ചടിയാകുമെന്ന്. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ പാർട്ടിക്ക് മനസ്സിലായി PP ദിവ്യയെ ഒപ്പം നിർത്തിയത് പ്രതിപക്ഷത്തിന് വിജയിക്കാനുള്ള, അല്ലെങ്കിൽ വിജയിക്കാനുള്ള ഒരു ആയുധമാക്കി പ്രതിപക്ഷത്തിന് ഇത് മാറ്റാൻ കഴിഞ്ഞു എന്ന് ഉള്ള കാര്യം പാർട്ടിക്ക് വ്യക്തമായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് PP ദിവ്യയെ ഈ പറയുന്ന പോലെ സംസ്ഥാന ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റുന്നത്. PP ദിവ്യയെ ഒപ്പം കൊണ്ടുപോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന പോലെ പ്രതിപക്ഷത്തിന് ഇത് ആയുധമാക്കാം. ഈ പറയുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ഇപ്പോഴും പ്രതിപക്ഷം അത് ഉയർത്തുന്നുണ്ട്. നവീൻ ബാബുവിന്റെ ആത്മഹത്യയുടെ കാര്യം പ്രതിപക്ഷം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്. ഇപ്പൊ PP ദിവ്യയെ ഒപ്പം നിർത്തിയിരുന്നെങ്കിൽ, വീണ്ടും പാർട്ടിയിൽ അല്ലെങ്കിൽ സംസ്ഥാന ഭാരവാഹിയാക്കി തുടർന്നിരുന്നുവെങ്കിൽ പ്രതിപക്ഷത്തിന് വീണ്ടും ആയുധമാക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം CPM-നുണ്ട്. അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഈ പറയുന്ന പോലെ ഭാരവാഹിത്വം മാറ്റിയത്. PP ദിവ്യയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളിൽ നവീൻ ബാബുവിന്റെ നാട്ടിൽ പത്തനംതിട്ടയിൽ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ CPM-ന് അതീവ ദയനീയമായ പരാജയമാണ് ഉണ്ടായത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലടക്കം കോൺഗ്രസിന് മികച്ച മുന്നേറ്റം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം. ഈ PP ദിവ്യയുമായി ബന്ധപ്പെട്ട് പാർട്ടി ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അന്ന് ദിവ്യയെ തള്ളിപ്പറയുകയും ദിവ്യക്കെതിരെ നടപടിയെടുക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പത്തനംതിട്ടയിലെ CITU ജില്ലാ സെക്രട്ടറിയും പത്തനംതിട്ടയിലെ പാർട്ടി നേതൃത്വവും ശക്തമായ നിലപാട് അന്ന് വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. അവർ സ്വീകരിച്ച ഒരു നിലപാടിന്റെ ഭാഗം കൂടി തന്നെയാണ് PP ദിവ്യക്കെതിരെ പാർട്ടി നടപടിയെടുക്കാൻ നിർബന്ധിതരായത്. പക്ഷേ അതിനുശേഷം ജയിലിൽ പോയി വന്നതിന് ശേഷവും ദിവ്യ പാർട്ടി വേദികളിൽ സജീവമായിരുന്നു. പക്ഷേ അത് വിലക്കിയിരുന്നില്ലല്ലോ, അത് പാർട്ടി വിലക്കിയിരുന്നില്ല. പക്ഷേ ആ ദിവ്യ സജീവമായാൽ അത് വീണ്ടും തിരിച്ചടിക്ക് കാരണമാകും. പ്രത്യേകിച്ച് ദിവ്യയെ കഴിഞ്ഞ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവരെ ഭാരവാഹിയായി പ്രഖ്യാപിച്ചാൽ
വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അത് പാർട്ടി, അത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അത് വലിയ ചർച്ചയാക്കി മാറ്റുമെന്ന കൃത്യമായ ബോധം CPM-നുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് CPM ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത്. കാരണം ADM നവീൻ ബാബുവിന്റെ വിവാദമായ മരണം വീണ്ടും പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എടുത്തു കൊണ്ടുവരേണ്ട, പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചർച്ചയ്ക്കായി ഒരു അവസരം ഒരുക്കി നൽകണ്ട എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി നേതൃത്വം ഇടപെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്നും PP ദിവ്യയെ മാറ്റി നിർത്തിയതും PP ദിവ്യയ്ക്ക് പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് കടക്ക് പുറത്ത് എന്ന് പറയാൻ CPM നിർബന്ധിതരാകേണ്ടി വന്ന ഒരു സാഹചര്യം. പക്ഷെ അതിന്റെ അകത്ത് മറ്റൊരു കാര്യമുണ്ടല്ലോ, ഈ പറയുന്ന പോലെ PP ദിവ്യയെ മാറ്റി നിർത്തിയാൽ നവീൻ ബാബുവിന്റെ വിഷയം ചർച്ച ചെയ്യപ്പെടില്ല എന്നുള്ളത് സർക്കാരിന്റെ അല്ലെങ്കിൽ CPM-ന്റെ മണ്ടത്തരമായിട്ടുള്ള ഒരു ചിന്തയല്ലേ? കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന PP ദിവ്യയും നവീൻ ബാബുവിന്റെ ആത്മഹത്യയും ചർച്ച ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇത്തരമൊരു നിലപാട് എടുത്തത് ഒരു പക്ഷെ ഗുണം ചെയ്യുമായിരിക്കും. പക്ഷെ നവീൻ ബാബുവിന്റെ വിഷയം ചർച്ച ചെയ്യില്ല എന്ന് CPM-ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? തീർച്ചയായും. PP ദിവ്യ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷയും അതോടൊപ്പം തന്നെ DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു PP ദിവ്യ. PP ദിവ്യയെ പോലത്തെ ഒരു നേതാവ് എന്തായാലും ഞാൻ കരുതിയിരുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ ഒരു സീറ്റിൽ തീർച്ചയായും മത്സരിക്കും. അതായത് തളിപ്പറമ്പ് പോലെയോ അല്ലെങ്കിൽ മറ്റോ ഏതെങ്കിലും ഒരു സ്റ്റുവർ സീറ്റിൽ CPM മത്സരിപ്പിക്കാൻ കാത്തുവെച്ച സ്ഥാനാർത്ഥിയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ ഉയർന്നു വന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് സീറ്റ് നഷ്ടമായി എന്ന് മാത്രമല്ല, അവർക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ വർഗ ബഹുജന സംഘടനയായ മഹിളാ അസോസിയേഷന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വന്ന ഒരു സാഹചര്യം. ഇതെല്ലാം വലിയ തിരിച്ചടി ദിവ്യയ്ക്ക് വ്യക്തിപരമായി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളീയ സമൂഹം ഉറപ്പായിട്ടും PP ദിവ്യയുടെ മാറ്റി നിർത്തലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നവീൻ ബാബുവിന്റെ മരണം അടുത്ത തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പ്രചരണായുധമാക്കും. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന ആരോപണങ്ങൾ, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന CPM നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങൾ, ഇതെല്ലാം വലിയ പ്രചരണായുധമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. CPM ആരെ ഒക്കെ മാറ്റി നിർത്തിയാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് വലിയ പ്രചരണായുധമാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഈ PP ദിവ്യയെ മാറ്റിയ കാര്യം മാധ്യമങ്ങൾ ചർച്ച ചെയ്തപ്പോ പിന്നീട് PK ശ്രീമതി പറഞ്ഞത് PP ദിവ്യ ആവശ്യപ്പെട്ടിരുന്നു തന്നെ മാറ്റണമെന്ന്. അത് എന്താണ്, ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? തീർച്ചയായും CPM-നകത്ത് അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് CPM-ന്റെ സംഘടനാ സംവിധാനം അറിയുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. PP ദിവ്യയ്ക്ക് അത്തരത്തിൽ സ്വയം മാറി നിൽക്കണമെങ്കിൽ കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അവർ എന്തിനാ സ്ഥാനം ഏറ്റെടുത്തു? അവർക്ക് അന്ന് മാറി നിൽക്കാമായിരുന്നല്ലോ. കാരണം ഈ ആരോപണമൊക്കെ വന്ന് ഈ അടുത്താണല്ലോ കണ്ണൂർ ജില്ലാ സമ്മേളനം നടന്നത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഏറ്റവും ശക്തമായ ജില്ലാ കമ്മിറ്റിയാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി, ഏറ്റവും ശക്തമായ. കാരണം മറ്റൊരു മഹിളാ സംഘടനയ്ക്ക്, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ മഹിളാ സംഘടനയ്ക്ക് ഉള്ളതിനേക്കാൾ കരുത്തും ശക്തിയുമുള്ള ജില്ലാ കമ്മിറ്റി തന്നെയാണ് മഹിളാ അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി. കാര്യം നമ്മൾ മറച്ചേക്കേണ്ട ആവശ്യമില്ല. ആ ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ് PP ദിവ്യ. അത്തരത്തിൽ ദിവ്യയ്ക്ക് സംഘടനാ രംഗത്തു നിന്ന് മാറി നിൽക്കണമെങ്കിൽ ഇത്ര ശക്തമായ സംഘടനാ പ്രവർത്തനം നടത്തിവരുന്ന കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം അവർക്ക് ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ PP ദിവ്യയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി നേതൃത്വം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് PP ദിവ്യയെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അവരുടെ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്നും മാറ്റി നിർത്തിയത്. പിന്നെ ഇത് വാർത്തയായപ്പോൾ അത് അങ്ങനെയല്ല, ഇങ്ങനെ ദിവ്യ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നടപടി സ്വീകരിച്ചതല്ല പാർട്ടി, ദിവ്യ ആവശ്യപ്പെട്ട പ്രകാരം അവരെ മാറ്റി നിർത്തിയാന്നൊക്കെ പറഞ്ഞ് നേതാക്കന്മാർ വരുന്നത് സ്വാഭാവികമാണ്. അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ പറയുന്നത് മാത്രമാണ്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയും. കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധം, CPM ആ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കിയതിന്റെ പരിണിത ഫലമാണ് PP ദിവ്യയെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്നും മാറ്റി നിർത്തിയത്.